ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ തിരുവചന പഠനത്തിൻ്റെ ഭാഗമായി സ്ത്രീയേക ദൈവം എന്നുള്ള വിഷയത്തെ പറ്റിയാണല്ലോ ഗഹനമായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഓർപ്പിക്കാറുള്ളതുപോലെ ലോകവ്യാപകമായി ക്രിസ്തീയഗോളത്തിൽ ഏറ്റവും ദയനീയമായ നിലയിൽ ദുരുപദേശം പ്രചരിപ്പിക്കുന്നതിൽ ത്രിയേക ദൈവം എന്ന വിഷയം ഏറ്റവും സങ്കടകരമായ നിലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് മുതലേ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നവർ ദയവായി പണ്ഡിതന്മാരെ, നിങ്ങൾക്ക് അറിവുള്ളവരോ ബോധ്യമുള്ളവരോ ആയ ആളുകളുടെ വാക്കുകളേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കൈവശമുള്ള തിരുവചന ഭാഗങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ധ്യാനിച്ചു വായിക്കണമേ എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നല്ല അധ്യാപകനായി കൂടിയിരുന്ന് ഇതിൻ്റെ കൃത്യമായ വശങ്ങൾ നമുക്ക് ബോധ്യമാക്കി തരുമെന്ന കാര്യത്തിൽ എനിക്ക് രണ്ടു പക്ഷമില്ല. നമ്മുടെ മുന്നറിവുകൾ നമ്മെ സ്വാധീനിക്കാതിരുന്നാൽ മാത്രം മതി. ഒരർത്ഥത്തിൽ നമ്മൾ ഇന്ന് പാരമ്പര്യത്തിൻ്റെ ഒരു പൈശാചിക ബന്ധനത്തിലാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. പാരമ്പര്യമായി നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ സഭാപിതാക്കന്മാരൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള, കേട്ടറിഞ്ഞിട്ടുള്ള അറിവ് വെച്ചിട്ട് പലരും പല നിഗമനങ്ങളിലും എത്തി നിൽക്കുകയാണ്. ഇതല്ല വേണ്ടത്. ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിക്കുകയാണ്, കണ്ടെത്തുകയാണ് വേണ്ടത്. നിങ്ങൾ ദയവായി അപ്പസ്തോലപ്രവൃത്തി 17-ാം അധ്യായം വായിച്ച് ധ്യാനിക്കുന്നത് വളരെ പ്രയോജനകരമാണ്. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ എത്ര ശ്രദ്ധേയമാണ്. 17, 18, 19 അധ്യായങ്ങൾ പ്രാർത്ഥനാപൂർവ്വം വായിച്ചാൽ പല കാര്യങ്ങൾക്കും നമുക്ക് മറുപടി കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഏകദൈവം എന്നുള്ള വിഷയത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി പല ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. തുടർന്ന് നമുക്ക് യേശുക്രിസ്തു ഏകജാതൻ എന്ന വിഷയം തിരുവചനത്തിൽ അനേക സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകജാതൻ എന്ന് പറയുമ്പോൾ തന്നെ ജനിച്ചവൻ എന്നർത്ഥമാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിന് 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വിശദീകരണം ആവശ്യമില്ല മക്കളെ. ഏകജാതൻ, അതിലെ 18-ാം വാക്യത്തിലും നാം വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് വളരെ വ്യക്തവും സ്പഷ്ടവുമായ ഒരു വചനഭാഗമായതുകൊണ്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവിടെ വിശദീകരണം ആവശ്യമില്ല. ഞാൻ 17, 18 വാക്യങ്ങൾ കൂടി ചേർത്ത് വായിക്കട്ടെ. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്. അടുത്ത വാക്യം ശ്രദ്ധിക്കണം കേട്ടോ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഇവിടെ ഈ 2 വാക്യങ്ങളിലും 16-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും ഏകജാതൻ എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നല്ലോ ദൈവമക്കളെ. തുടർന്ന് യോഹന്നാന്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിലെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഈ വാക്യങ്ങളിലൊക്കെ വളരെ സ്പഷ്ടമായി ഒരു കാര്യം ബോധ്യമാവുന്നുണ്ട്. ദൈവത്തിന് ഒരു ഏകജാതൻ ഉണ്ട്, അത് യേശുക്രിസ്തുവാണെന്ന് അസന്നിഗ്ധമായി വചനത്തിലൂടെ നമുക്ക് ബോധ്യം വരുത്തുന്ന തെളിവുകളാണല്ലോ നാം വായിച്ചു കേട്ടത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഒരു വിശദീകരണവും നൽകാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തതായി ആദ്യജാതൻ എന്ന വചനം, ആദിജാതൻ എന്ന പദം
തിരുവചനത്തിൽ പലയിടത്തായി രേഖപ്പെടുത്തിയിരുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിലെ 29-ാം വാക്യം അതിനുള്ള ഗ്രന്ഥത്തിൽ നമുക്കൊന്ന് വായിക്കാം. അതിങ്ങനെ വായിക്കുന്നു: അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. വളരെ ക്ലിയർ ആണല്ലോ. ആദ്യജാതൻ. കൊളോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലും നമുക്ക് ഇങ്ങനൊരു വാക്ക് കാണാം: അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. ആദ്യജാതൻ എന്നുള്ള പദം ഇവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ പല വാക്യങ്ങൾ ഇതിനുള്ള ഗ്രന്ഥത്തിൽ പിന്നെയും നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ദാവീദിന്റെ പുത്രൻ എന്ന യേശുക്രിസ്തുവിനെ പറ്റി തിരുവചനത്തിൽ അനേക സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപുത്രൻ എന്നുള്ളതിനെ പറ്റി ധാരാളം വാക്കുകൾ നമുക്ക് കാണാം. യേശുക്രിസ്തു പോലും തന്നെ പറ്റി മനുഷ്യപുത്രൻ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്ന തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ദൈവജനം ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. പിന്നെ നമുക്കറിയാം, യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ നമുക്ക് കാണാമല്ലോ. യേശുക്രിസ്തു ധാരാളമായി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? തന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ 40 ദിവസം ഉപവാസത്തോടെ മരുഭൂമിയിലായിരുന്നു എന്നുള്ള ഭാഗമൊക്കെ നമുക്കറിയാമല്ലോ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് പിന്നെ മനുഷ്യനായ യേശുക്രിസ്തുവാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊരു വ്യാഖ്യാനം കൊടുത്താൽ ആ നിലയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാം. എങ്കിലും യേശുക്രിസ്തുവിന്റെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം മുഴുവൻ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ. അതിലെ 5-ാം വാക്യം ദൈവജനം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനെന്ന് ആ പ്രാർത്ഥനയിൽ പിതാവിനോട് ഏറ്റുപറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് തന്നെ യേശു ദൈവമല്ലെന്നും ദൈവത്തിന്റെ പുത്രനാണ് എന്നും യേശു കർത്താവിന്റെ തിരുവായ്മൊഴിയിലുള്ള വാക്കുകൾ എത്ര ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ് നമുക്ക്. അതുപോലെ നമുക്കറിയാമല്ലോ, യഹോവേ ദൈവത്തെ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് 22-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ആത്മാവിൽ പാടിയിരിക്കുന്ന ആ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ 46-ാം വാക്യവും മർക്കോസിന്റെ സുവിശേഷം 15-4 വാക്യങ്ങളിൽ നിവൃത്തിയായതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. അതിലേക്കൊന്നും ഇപ്പോഴത്തെ തൽക്കാലം കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ മത്തായിയുടെ സുവിശേഷം 26-64 കർത്താവ് ദൈവത്തെ പറ്റി പറയുകയാണ് സർവശക്തൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം ഇത്രയേ ഉള്ളൂ. യേശുക്രിസ്തു ധാരാളം സന്ദർഭങ്ങളിൽ പിതാവായ ദൈവത്തോട് നിർവഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ക്രൂശീകരണത്തിന് തൊട്ട് മുൻപ് നമ്മുടെ തോട്ടത്തിൽ വന്നിട്ട് കർത്താവ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ. അതിലേക്ക് ഞാൻ കിടക്കാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു തന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന, യേശുക്രിസ്തു തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്ന ചില ക്വാളിഫിക്കേഷൻസ്, അതായത് യേശു ആരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ചില പരാമർശങ്ങൾ മാത്രം ഞാനൊന്ന് ഒഴിച്ചുവിടാം. യേശു കർത്താവ് പറയുന്നു, നമ്മൾക്കറിയാം യോഹന്നാൻ സുവിശേഷം 4:26 താൻ മശിഹായാണെന്ന്. അതിൻ്റെ 13-19 വീണ്ടും യേശു മശിഹായാണെന്ന് പറയുന്നുണ്ട്. പ്രവാചകനാണെന്ന് ധാരാളം സന്ദർഭങ്ങളിൽ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 44-ാം വാക്യത്തിലും മത്തായിയുടെ സുവിശേഷം 13:57, ലൂക്കോസ് 4:24 തുടങ്ങിയ പല വാക്യങ്ങളിലും താൻ ഒരു പ്രവാചകനാണ് എന്ന് യേശുക്രിസ്തു തന്നെ പറയുന്ന വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യപുത്രൻ ധാരാളം സ്ഥലത്ത് പറയുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട്, ധാരാളം കൊട്ടേഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ കൊട്ടേഷൻസ് ഒന്നും പറയുന്നില്ല. ഏകജാതൻ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞില്ല, പല സ്ഥലങ്ങളിലായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. പുത്രൻ എന്നുള്ളതും ധാരാളം സ്ഥലത്ത് യേശുക്രിസ്തു തന്നെ പറ്റി തന്നെ പറയുന്നുണ്ട്, താൻ ദൈവത്തിന്റെ പുത്രനാണ്, വെളിച്ചമാണ് താൻ എന്ന് യേശുക്രിസ്തു തന്നെ പറ്റി സാക്ഷ്യം പറയുന്ന ഭാഗം അറിയാം. യോഹന്നാന്റെ സുവിശേഷം 3:19, 8:12, 9:5, 12:35, 36, 46 വാക്യങ്ങളിലൊക്കെ യേശു തന്നെ പറ്റി പറയുകയാണ് താൻ വെളിച്ചമാണ് എന്ന്. പിന്നെ ദൈവപുത്രൻ എന്ന് പല സ്ഥലങ്ങളിലും യേശുക്രിസ്തു തന്നെ പറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലെ മത്തായിയുടെ സുവിശേഷം 26, 63, 64 വാക്യങ്ങളും ലൂക്കോസ് 22:70 ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5:25, 9:35 തുടങ്ങി
ധാരാളം സ്ഥലത്ത് യേശു ദൈവപുത്രൻ എന്ന് തെളിയിക്കുന്ന വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് തന്നെപ്പറ്റി പറയുന്നതാണ് ഗുരുവാണ് താൻ. താൻ ഈ തൻ്റെ ശിഷ്യന്മാരുടെ ഗുരുവാണ്. മത്തായിയുടെ സുവിശേഷം 10:24, അതിൻ്റെ 25 വാക്യങ്ങളിലും 26 അധ്യായത്തിൻ്റെ 18 വാക്യത്തിലും യോഹന്നാൻ 13:13 നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നു. ആ വാക്യങ്ങൾക്ക് സുപരിചിതമാണല്ലോ. 13:13 കാൽകഴുകൽ ശുശ്രൂഷയിൽ കർത്താവ് പറയില്ലേ, ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ നിങ്ങളും തമ്മിൽ അത് ചെയ്യേണ്ടതാകുന്നു എന്ന് പറയുന്ന ഗുരുവും കർത്താവുമാണ് താനെന്ന് അസന്നിഗ്ധമായി പറയുന്ന ഭാഗമാണ്. അങ്ങനെ ധാരാളം വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ കർത്താവ് ഇതിനെപ്പറ്റി പറയുകയാണ്, താൻ കർത്താവാണ്. അതായത് സുവിശേഷം 24:42, അതുപോലെ 26:22 തുടങ്ങിയ വാക്യങ്ങളിലൊക്കെ ഒത്തിരി റെഫറൻസസ് ഉണ്ട്. കർത്താവാണ്, താൻ കർത്താവാണ് എന്ന് തെളിയിക്കുന്ന ധാരാളം വാക്യങ്ങൾ യേശുക്രിസ്തു തന്നെ പറയുന്ന വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമുക്കറിയാം കർത്താവ് തന്നെ പറയുകയാണ് താൻ രാജാവാണ്. ഇപ്പോൾ അതായത് സുവിശേഷം 25:34 നമുക്ക് ഈ വാക്യം കാണാം. 27 അധ്യായത്തിന്റെ 11 വാക്യത്തിലും മാർക്കോസ് 15:2, ലൂക്കോസ് 21:3, യോഹന്നാന്റെ സുവിശേഷം 18:37 ഒക്കെ താൻ രാജാവാകുന്നു എന്ന് യേശുക്രിസ്തു തന്നെ പറയുന്ന, തന്നെപ്പറ്റി തന്നെ താൻ രാജാവാണ് എന്ന് പറയുന്ന വാക്യം. രാജാവ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി വന്നപ്പോൾ രാജാവായല്ല വന്നത്, പക്ഷെ താൻ രാജാവാണ്. പക്ഷെ ആ അധികാരം ഉപയോഗിക്കുന്നത് ഇനി ഭൂമിയിൽ വരുമ്പോഴാണ്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് വരുമ്പോൾ താൻ രാജാവായി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജാവായി തന്നെ ഈ ഭൂമിയിൽ വാഴുന്ന ഒരനുഭവം ഉണ്ടാകും. നമ്മളെ രക്ഷിക്കാൻ വന്നപ്പോൾ താൻ രാജാവായിരുന്നെങ്കിലും രാജാവായിട്ടൊന്നും അഭിനയിച്ചില്ല, അല്ലെങ്കിൽ രാജാവായിട്ടൊന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. താനൊരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന മഹാസ്നേഹത്തിന്റെ നിറകുടമായ യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ് കർത്താവിനെ നമ്മൾ ഉള്ളുകൊണ്ട് സ്നേഹിക്കുകയും ആ കർത്താവിന്റെ കാൽച്ചുവടുകളിൽ പിൻപറ്റുവാൻ നമുക്ക് ഇടയാക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ ഭാഗം വരികയാണ്. ഹെബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം വളരെ ശ്രദ്ധേയമാണല്ലോ. സ്വർഗീയ വിളിക്കാരായ ഓഹരിക്കാരായുള്ളവരെ എന്ന് പറഞ്ഞ ഭാഗം, സഹോദരന്മാരെ, യേശുക്രിസ്തു നമ്മൾ സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കാൽച്ചുവടുകളിൽ പിൻപറ്റുന്ന നമുക്ക് മാതൃക വെച്ചു പോയിരിക്കുന്ന ആ വല്ലഭനായ കർത്താവ് നമ്മുടെ രാജാവായിരുന്നു. പക്ഷെ രാജാവായി വാണില്ല, അല്ലെങ്കിൽ രാജാവായി അധികാരമേറ്റില്ലെന്ന് മാത്രം. അടുത്ത യേശുക്രിസ്തു തന്നെ പറ്റി പറയുന്ന മണവാളൻ, മത്തായിയുടെ സുവിശേഷം 9:15, 25-ാം അധ്യായത്തിലെ 1, മർക്കോസ് 2:19-20 വാക്യങ്ങളിലൊക്കെ ഈ യേശുക്രിസ്തു മണവാളനാണ് എന്നുള്ള പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. ദാവീദിന്റെ പുത്രനെന്നും യേശുക്രിസ്തു തന്നെ പറ്റി തന്നെ പറയുന്നുണ്ട്. അത് ആ ഒരു വശത്ത് നിഷേധിക്കുന്നുമുണ്ട് കർത്താവ്. ഞാൻ എങ്ങനെയാ ദാവീദിന്റെ പുത്രനാകുന്നു? കർത്താവ് എന്ന് വിളിക്കുന്ന ഞാൻ എങ്ങനെയാ ദാവീദ എന്റെ മകനാകുന്നതെന്ന് ചോദിക്കുന്നു. ദാവീദിന്റെ പുത്രൻ യേശു തന്നെ പറ്റി പറയുന്ന ഭാഗമുണ്ട് കേട്ടോ. അത് നമുക്കതൊരു വലിയ ഗൗരവമായി കാണേണ്ട വിഷയമില്ലല്ലോ. ഈ ഭൂമിയിൽ ജന്മമെടുത്തപ്പോൾ അതിനോടുള്ള ബന്ധത്തിലെ ഒരു തമാശ എനിക്ക് തോന്നുന്നത്, നമ്മുടെ വേദപണ്ഡിതന്മാർ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, എന്താ പറയുക, ജോസഫിന്റെ അപ്പൻ യാക്കോബാണ് എന്ന് പറയുന്ന ആളുകളെ കേട്ടിട്ടുണ്ട്. ഹേലിയെ പറ്റിയും പറയുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റിയൊന്നും വ്യക്തമായിട്ട് കൃത്യമായ മറുപടി പറയാൻ അവർക്ക് കഴിയുന്നില്ല. പക്ഷെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് ബോധ്യമായ വിഷയം എന്തെന്ന് വെച്ചാൽ, ഹേലി മറിയത്തിന്റെ ഭർത്താവായിരുന്ന ജോസഫിന്റെ അപ്പനാണെന്നും യാക്കോബ് എന്ന് പറയുന്നത് മറിയത്തിന്റെ അപ്പനാണെന്നും എനിക്ക് ബോധ്യമാണ്. കാരണം 2 വംശാവലി, ദാവീദിന്റെ വംശാവലിയിൽ തുടർന്ന് വരുമ്പോൾ ഒന്ന് ദാവീദിന്റെ മകനായ നാഥാന്റെ ആ വംശപരമ്പരയിൽപ്പെട്ട ആളാണ് ഹേലി. അപ്പോൾ ദാവീദിന്റെ മകനായ ശലോമോൻ രാജാവിന്റെ വംശാവലിയിൽപ്പെട്ട ആളാണ് യാക്കോബ്. ആ യാക്കോബിന്റെ മകളാണ് മറിയം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിനെ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല തൽക്കാലം. അത് നമുക്ക് വലിയ വിഷയമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് അത് അപ്പനായാലും അമ്മയായാലും ആകട്ടെ, നമുക്കത് വലിയ വിഷയമല്ലല്ലോ. പക്ഷെ തിരുവചനം വായിക്കുന്ന ഒരാൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. മറിയത്തിന്റെ പിതാവ് യാക്കോബും യോസഫിന്റെ പിതാവ് ഹേലിയും ആകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നേരെ തിരിച്ച് പറയുന്ന പല വേദ പഠിതാക്കളെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാനൊന്ന് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അതവിടെ നിൽക്കട്ടെ, ആ വിഷയം അങ്ങനെ നിൽക്കട്ടെ. ക്രിസ്തു എന്ന യേശുക്രിസ്തു തന്നെ പറ്റി പറയുന്ന
ധാരാളം തിരുവചന ഭാഗങ്ങളുണ്ട്. താൻ ക്രിസ്തുവാണ്, ഇതല്ലേ അഭിഷിക്തൻ അല്ലേ? മത്തായിയുടെ സുവിശേഷം 16:20, അതിൻ്റെ 23:10 തുടങ്ങിയുള്ള വാക്യങ്ങളിലും, യോഹന്നാന്റെ സുവിശേഷം 10:25, മർക്കോസ് 14:62, ലൂക്കോസ് 24:26-46 വാക്യങ്ങളിലൊക്കെ യേശു ക്രിസ്തുവാണെന്ന് തന്നെപ്പറ്റി തന്നെ താൻ സാക്ഷ്യപ്പെടുത്തുന്ന വാക്യങ്ങൾ കാണാം. അടുത്ത യേശു പറയുകയാണ് താൻ നായകനാണ്. അതായത് സുവിശേഷം 23-ാം 10 വാക്യം. അത് വാസ്തവത്തിൽ ആ 23-ാം അധ്യായം വായിക്കുമ്പോൾ ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു ബലഹീനത നമുക്ക് കാണാൻ കഴിയും. യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ, അതിൻ്റെ 9-ാം വാക്യം, ആരെയും പിതാവേ എന്ന് വിളിക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിതാവ് ഒരുത്തനേ ഉള്ളൂ, സ്വർഗസ്ഥൻ ഏക സത്യദൈവമാണ് നമ്മുടെ പിതാവ് എന്ന് യേശു പറയുമ്പോൾ യേശു പറയുകയാണ് താൻ നായകനാണ്. അതാണ് കർത്താവ് ഉദ്ദേശിച്ചേക്കുന്ന അർത്ഥം, അല്ലാതെ താൻ പിതാവല്ല. ഇപ്പോൾ നമുക്കറിയാം, പല സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കുമ്പോൾ യേശുപ്പച്ചാ, യേശുപ്പ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാക്യങ്ങൾ ദൈവമക്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അത് വചനവിരുദ്ധമാണ്, പൈശാചികമാണ്, കർത്താവിൻ്റെ ഉപദേശത്തിന് വിരുദ്ധവുമാണ്. കാരണം കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, നിങ്ങൾക്കൊരു പിതാവ്, സ്വർഗസ്ഥൻ എന്ന് പറഞ്ഞ ആത്മീയ വിഷയത്തിലാണ്. ജനിപ്പിച്ച നമ്മുടെ ഭൂമിയിലുള്ള പിതാക്കന്മാരെ പിതാവ് എന്നല്ലേ വിളിക്കും, അതല്ല ഉദ്ദേശിക്കുന്നത്. യേശുവിനെ അപ്പ എന്ന് വിളിക്കരുത്. ഈ വിഷയമാണ് നമ്മുടെ യെശയ്യാ-പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പ്രവാചകൻ ആത്മാവിൽ കണ്ടെഴുതിയിരിക്കുന്നത്. പിതാവായ ദൈവം യെശയ്യാ-പ്രവാചകനോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ അപ്പാ എന്ന് വിളിക്കും, നിത്യപിതാവ്, വീരനാം ദൈവം എന്നൊക്കെ വിളിക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാനുള്ള വിവേകമില്ലാതെ പോകുന്ന ജനം യേശുവിനെ അപ്പാ, അപ്പച്ച എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വചനവിരുദ്ധമാണ്, അത് വേണ്ടവണ്ണം കാര്യങ്ങൾ ഗ്രഹിക്കാതെ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇവിടെ വിടുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ നായകനാണ്. താൻ തന്നെയാണ് പറയുന്നത്, ഞാൻ പറയുന്ന വിഷയമല്ല കേട്ടോ. മത്തായി 23:10 വാക്യം. യജമാനൻ, നമുക്കറിയാം മത്തായി സുവിശേഷം 25:21 വാക്യത്തിൽ താൻ യജമാനനാണ് എന്ന് പറയുന്നുണ്ട്. വീണ്ടും ദൈവപുത്രനായ ക്രിസ്തു എന്ന് മത്തായിയുടെ സുവിശേഷം 26:61-64 വാക്യങ്ങൾ. ദൈവപുത്രനായ ക്രിസ്തു, ദൈവപുത്രൻ മാത്രമല്ല, താൻ ക്രിസ്തുവും കൂടിയാണ്. അതുപോലെ മർക്കോസ് 14:61-62 വാക്യങ്ങളിലും ഇത് ദൈവപുത്രനായ ക്രിസ്തു എന്ന പദം നമുക്ക് കാണാൻ കഴിയും. യേശു ക്രിസ്തുവിനെ പറ്റി ജ്ഞാനമാണ് എന്ന് പറയുന്ന വാക്യങ്ങൾ നമുക്ക് പുലർത്ത് കാണാൻ കഴിയുമല്ലോ. 11-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വാക്യങ്ങളിലും, ലൂക്കോസ് 7:15-ലും 11-ാം അധ്യായം 49 വാക്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ പല വാക്യങ്ങൾ ഈ വിഷയത്തുള്ള ബന്ധത്തിൽ കാണാം. മനുഷ്യനാണെന്ന് പറയുന്ന വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 8:40 വാക്യത്തിൽ. ജീവന്റെ അപ്പം യേശു തന്നെ പറ്റി പറയുകയാണ്. യോഹന്നാൻ 6:35, 48, 51, 58 വാക്യങ്ങളിൽ യേശു തന്നെ പറയും, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ടല്ലോ. അതായത് യേശു ക്രിസ്തു തന്നെ പറ്റി പറയുന്നു, താൻ ജീവന്റെ അപ്പമാകുന്നു. അത് നമ്മുടെ തിരുമേശയോടുള്ള ബന്ധത്തിൽ വളരെ ഗൗരവമായൊരു വിഷയം തന്നെയാണ്. അത് പ്രത്യേകമായി ദൈവം വെച്ച് നമുക്ക് മറ്റൊരു അവസരത്തിൽ ചിന്തിക്കാൻ കർത്താവ് വഴി തുറക്കട്ടെ. പിന്നെ യേശു കർത്താവ് പറയുകയാണ് താൻ വാതിലാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:7-9 വാക്യങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. നല്ല ഇടയനാണെന്ന് യേശു യോഹന്നാൻ 10:11-ലും 14-ലും ആവർത്തിച്ച് പറയുന്നുണ്ട്. യേശു കർത്താവ് പറയുന്ന കാര്യങ്ങളാണിത് കേട്ടോ. യേശു ദേവന്മാരാണ് എന്ന് യേശു തന്നെ പറ്റി പറയുന്നു. അത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 34, 35, 36 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും. 82-ാം സങ്കീർത്തനം യേശു കർത്താവ് തന്നെ അവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ താൻ ദേവനാണ് എന്നുകൂടി ഒരർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്കവിടെ കണ്ടെത്താൻ കഴിയും. അതിനെപ്പറ്റി ഞാൻ വിവാദത്തിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവചനം വേണമെങ്കിൽ 82-ാം സങ്കീർത്തനം കൂടി അതിനെ ചേർത്ത് വായിച്ച യേശു കർത്താവ് പറഞ്ഞ കൊട്ടേഷൻ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ച് നോക്കൂ. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. യേശു ക്രിസ്തു തന്നെ പറ്റി പറയാൻ തന്നെ വഴിയാണ്, ഇല്ലേ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്ന വാക്യങ്ങളുണ്ടല്ലോ. 14-ന്റെ 6-ാം വാക്യത്തിൽ. അതുപോലെ മുന്തിരിവള്ളി, അത് ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം
15-ാം അധ്യായം തുടങ്ങുന്നത്, എൻ്റെ പിതാവ് തോട്ടക്കാരൻ, ഞാൻ മുന്തിരിവള്ളി. നമ്മളൊക്കെ ആ മുന്തിരിവള്ളിയുടെ ശാഖകൾ അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പുകൾ. അതൊക്കെ ഇച്ചിരി ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1-5 വാക്യങ്ങളിൽ യേശുക്രിസ്തു തന്നെ പറ്റി പറയും, ഞാൻ മുന്തിരിവള്ളിയാണ്. താൻ യേശുക്രിസ്തുവാണ് എന്ന് പറയുന്ന വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 17-ന്റെ 3-ാം വാക്യത്തിൽ. അങ്ങനെ പല വാക്യങ്ങളും വേറെയുണ്ട്. യേശു പറയുന്നു പുനരുത്ഥാനമാണ്. യോഹന്നാൻ 11-ന്റെ 25 ആദ്യനും അന്തിനുമാകുന്നു. അത് വെളിപ്പാട് പുസ്തകം 1-ന്റെ 17-ഉം 2-ന്റെ 8 തുടങ്ങിയ വാക്യങ്ങളിൽ കാണാം. വിശുദ്ധനാണ്. വിശുദ്ധനത് നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 3-ന്റെ 7-ലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. സത്യവാൻ മറ്റേ വെളിപ്പാട് പുസ്തകം 3-ന്റെ 7-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും നമുക്ക് കാണുന്നുണ്ട്. സത്യവാനാണ്, വിശ്വസ്തനാണെന്ന് വെളിപ്പാട് പുസ്തകം 3-ന്റെ 14-ൽ വായിക്കുന്നു. സാക്ഷിയാണെന്ന് വെളിപ്പാട് പുസ്തകം 3-ന്റെ 14-ൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ സൃഷ്ടിയാണെന്ന് താൻ തന്നെ പറ്റി പറയുന്ന ഭാഗമാണ് വെളിപ്പാട് പുസ്തകം 3-ന്റെ 14-ാം വാക്യം. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഈ 3 സാക്ഷിയാണെന്നും സൃഷ്ടിയാണെന്നും 3-ന്റെ 14-ൽ കാണാം. പിന്നെ ആമേൻ, അത് നമുക്കറിയാം വെളിപ്പാട് പുസ്തകം 3-ന്റെ 14-ൽ പറയുന്നു. ആൽഫയും ഒമേഗയുമാണെന്ന് വെളിപ്പാട് പുസ്തകം 22-13-ൽ വായിക്കുന്നു. അങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഉദയനക്ഷത്രം വെളിപ്പാട് പുസ്തകം 22-ന്റെ 16-ൽ നമുക്ക് കാര്യസ്ഥനാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണാം. അല്ലേ, നമ്മളത് കാര്യസ്ഥനാണെന്നുള്ള ഭാഗം ചിന്തിച്ചു പോയതാണ്, അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ യേശുക്രിസ്തു തന്നെ പറ്റി പറഞ്ഞ ഒത്തിരി ക്വാളിഫിക്കേഷൻസ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമക്കൾ ഇതെല്ലാം ചിന്തിച്ചിട്ട് ഇത്രയും ക്വാളിഫിക്കേഷനൊക്കെ ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സ് ആണോ എന്ന് ദൈവജനം ദയവായി ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇവിടെ വിടുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പിതാവായ ദൈവം പറയുന്ന വാക്യങ്ങൾ കൂടി നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. റെഫറൻസസ് മാത്രമേ പറയുന്നുള്ളൂ, വിശദീകരണങ്ങളൊന്നും പറയുന്നില്ല. കർത്താവിനെ പിതാവായ ദൈവം യേശുക്രിസ്തുവിന്റെ പേരിടുന്ന ഭാഗം നമുക്ക് മത്തായിയുടെ സുവിശേഷം അതിലെ 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലും ലൂക്കോസ് 1-ന്റെ 33 വാക്യങ്ങളിലൊക്കെ കാണാം. മറിയത്തിനും യോസഫിനും ഗബ്രിയേൽ ദൈവത്തിനെ അയച്ച് ദൈവം നേരിട്ട് യേശു എന്ന് കർത്താവായ യേശുവിന് പേരിടണമെന്ന് കൽപ്പിച്ച ആ ഭാഗം പരിചിതമാണല്ലോ. എൻ്റെ റെഫറൻസാണ് ഞാൻ അതിനെ സൂചിപ്പിച്ചത്. എൻ്റെ മകൻ എന്ന് മത്തായിയുടെ സുവിശേഷം 2-ന്റെ 15-ൽ കർത്താവ് പറയുന്നുണ്ട്. പ്രിയപുത്രൻ നമുക്ക് എല്ലാവർക്കും സുവിചിതമായ വാക്യമാണല്ലോ. മത്തായിയുടെ സുവിശേഷം 3-ന്റെ 17, 17-ന്റെ 5 ഈ 2 അധ്യായ വാക്യങ്ങളിലും വ്യക്തമായിട്ട് വരുന്നു. മർക്കോസ് 1-ന്റെ 11-ലും 9-ന്റെ 7-ലും ഈ ഇതേ ആശയം കാണുന്നുണ്ട്, പ്രിയപുത്രനാണെന്ന്. ലൂക്കോസ് 3-ന്റെ 22-ലും 9-ന്റെ 35-ലും യേശുക്രിസ്തുവിനെ പറ്റി പിതാവായ ദൈവം പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ നിന്ന് സാധിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വാക്യങ്ങൾ. അത് ഇവൻ ആ വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കൂ. അപ്പോൾ ദൈവം തന്നെ നേരിട്ട് പറയുന്ന വിഷയമാണ്. എൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ജനിച്ചൊരു സമയമുണ്ടല്ലോ, അതൊക്കെ ദൈവം ചിന്തിക്കൂ, ആത്മാവിൽ പ്രാർത്ഥിച്ച് എൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. കൂടുതൽ വിശദീകരണത്തിന് മുതിരുന്നില്ല. അത്യുന്നതന്റെ പുത്രൻ എന്ന ലൂക്കോസിന്റെ സുവിശേഷം 1-ന്റെ 32-ൽ നമുക്ക് കാണാം. ദൈവപുത്രൻ എന്ന് 1-ന്റെ 35, ലൂക്കോസ് 1-ന്റെ 35 നമുക്ക് കാണാം. വെളിച്ചം എന്നുള്ളത് ദൈവം തന്നെ പറയുന്നതാണ് മത്തായിയുടെ സുവിശേഷം 4-ന്റെ 15. ദാസൻ എന്ന് വീണ്ടും മത്തായിയുടെ സുവിശേഷം 12-ന്റെ 17-ൽ കാണാം. അങ്ങനെ ഒത്തിരി വാക്യങ്ങൾ, റെഫറൻസസ് യേശുക്രിസ്തുവിനെ പറ്റി ദൈവം നേരിട്ട് പറയുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണാം. ഞാൻ അതിലേക്ക് കൂടുതൽ വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പിന്നെ യേശുക്രിസ്തുവിനെ പറ്റി മറ്റുള്ളവർ പറയുന്ന ഒത്തിരി ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ആ ക്വാളിഫിക്കേഷൻ റെഫറൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് ഓടിച്ച് ചുമ്മാ പറയുന്ന കാര്യങ്ങൾ മാത്രം പറയാം. എല്ലാവർക്കും പരിചയമുള്ള വാക്കുകളാണ്. യേശു ഒത്തിരി സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ. നസ്രായനായ യേശു എന്ന് വിളിക്കുന്നു, യേശു ക്രിസ്തു എന്ന് വിളിക്കുന്നു, ദാവീദിന്റെ പുത്രൻ, ക്രിസ്തു, ദൈവത്തിന്റെ ഏകജാതൻ, ദൈവത്തിന്റെ ക്രിസ്തു, ദൈവപുത്രൻ, കർത്താവ്, പ്രവാചകൻ. അപ്പം അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ യോഹന്നാൻ ശാപകനും നാഥൻ പ്രവാചകനും ഒക്കെ യേശുവിനെ പറഞ്ഞ വാക്യങ്ങൾ നമുക്ക് സുപരിതമാണല്ലോ. ഞാനതിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ പഴയ നിയമത്തിലും യേശുക്രിസ്തുവിനെ പറ്റി പരാമർശങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ അതിലേക്ക് കിടക്കുന്നില്ല. ഗുരു എന്ന് യേശുക്രിസ്തുവിനെ പറ്റി ധാരാളം പരാമർശങ്ങൾ പലരായിട്ട് പറഞ്ഞായിട്ട് കാണാം. നായകൻ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാം. കുഞ്ഞാടെന്ന് പറയുന്നതായിട്ട് റബ്ബി എന്ന് വിളിക്കുന്നു, അച്ഛൻ എന്ന് വിളിക്കുന്നുണ്ട്, സത്യവാൻ എന്ന് വിളിക്കുന്നുണ്ട്, രാജാവ് എന്ന് വിളിക്കുന്നുണ്ട്, അല്ലേ?
പിന്നെ ഉപദേഷ്ടാവ് എന്ന് പറയുന്നു, മഷിഹായ് എന്ന് പറയുന്നു, ലോകരക്ഷിതാവ് എന്ന് പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് പറയുന്നു. അങ്ങനെ ദൈവപുത്രനായ ക്രിസ്തു എന്ന് പറയുന്നു, സിംഹം എന്ന് പറയുന്നു. വെളിപ്പാട് 5:5 അത്. ദാവീദിന്റെ വേര് അതുപോലെ വെളിപ്പാട് 5:5 ഇങ്ങനെ കാണാം. ഇങ്ങനെ ഒത്തിരി മറ്റുള്ളവരും, അതായത് സുവിശേഷം നമ്മുടെ തിരുവചനത്തിൽ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി മറ്റു പലരും പറഞ്ഞിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ധാരാളമാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ പറ്റി താൻ ആരാണ് എന്ന് യേശുക്രിസ്തു തന്നെ സ്വയം വെളിപ്പെടുത്തിയതും, സർവശക്തനായ യഹോവയായ ദൈവം തന്നെ യേശുക്രിസ്തുവിനെ പറ്റി വെളിപ്പെടുത്തിയതും, തിരുവചനത്തിലൂടെ മറ്റു പലരും വെളിപ്പെടുത്തിയതുമായ അനേക വാക്യങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണാം. ഇതിൽ നിന്ന് യേശു ആരാണ് എന്ന് ദൈവജനമേ പ്രാർത്ഥനാപൂർവം വായിച്ച് ഗ്രഹിക്കൂ. തെറ്റു പത്തരുതേ. യേശു ദൈവമല്ലേ? അല്ല, ദൈവപുത്രനാണ്. ദൈവപുത്രൻ. അപ്പോൾ തന്നെ ദൈവം യേശുക്രിസ്തുവിന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കൊടുത്തിരിക്കുന്നു എന്നത് സത്യം തന്നെയാണ്. അത് നമുക്ക് മറ്റൊരു തലത്തിൽ ചിന്തിക്കാം. ഞാനിത് പറഞ്ഞു വരുന്നതിന് ചുരുക്കമേ ഉള്ളൂ. യേശു ദൈവമാണെന്ന് ചിന്തിച്ച് ആ നിലയിൽ കാണുന്നത് വചനവായി വിരുദ്ധമാണ്, പൈശാചികമാണ്, കൾട്ടാണ്. അതിന് വചനത്തിലൂടെ തെളിവില്ല. വചനത്തിലൂടെ തെളിവുള്ളവരാരെങ്കിലും വചനത്തിലൂടെ തെളിയിക്കാൻ കഴിയുമെങ്കിൽ, ഞാൻ ആരെയും വെല്ലുവിളിക്കുകയല്ല, ദയവായി എന്നെ ഒന്ന് ബന്ധപ്പെടണം. ആ വചനവാക്യങ്ങൾ എന്നെ ഒന്ന് ഓർപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ടെലിഫോൺ ചെയ്ത് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അല്ല, ഞാൻ താമസിക്കുന്ന കോതമംഗലത്താണ്, ആർക്കെങ്കിലും നേരിട്ട് വരാമെങ്കിൽ ഏറ്റവും നല്ലത്. അല്ല, ഇപ്പൊ സമീപപ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 100-150 കിലോമീറ്ററിനുള്ളിലൊക്കെ ആണെങ്കിൽ ഞാൻ വന്ന് ഒരു 10 പേരൊക്കെ കൂടാമെങ്കിൽ ഒന്നിച്ച് നമുക്കൊരു ചർച്ച ചെയ്യാം, ഒരു ആശയവിനിമയം, ഒരു സംവാദം. തർക്കമല്ല, വാദമല്ല, അതിന് ഞാനില്ല. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ലല്ലോ. സംവാദം നടത്തി, ആശയവിനിമയം നടത്തി സത്യത്തെ കണ്ടെത്താനുള്ള ശ്രമം നടത്താൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർ ഏതെങ്കിലും വേദി ഒരുക്കിയാൽ ഞാൻ അത് തീർച്ചയായിട്ടും വരാം. എനിക്ക് വണ്ടിക്കൂലി മാത്രം നിർണ്ണയിച്ചാൽ മതി. അത് വരുന്നതിൻ്റെ യാത്രാ ചെലവ് മാത്രം വഹിച്ചാൽ മതി. മറ്റൊരു കാശിന് എക്സ്ട്രാ വേണ്ട. ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അതിലും ഞാൻ തയ്യാറാണെന്ന് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അബദ്ധം പറ്റാതിരിക്കേണ്ടതിന്, ഭേദാഭേദങ്ങളെ തിരിച്ചറിയേണ്ടതിന്, സത്യം മാത്രം സത്യത്തിനു വേണ്ടി നിൽക്കേണ്ടതിന് ദൈവം അന്ത്യനാളിൽ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെയായിരിക്കാം. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. ആമേൻ.